നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ. ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. ബഹുമാന്യ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഗ്രൂപ്പിനെയും അഭിനന്ദനങ്ങളും ആശംസകൾ. അങ്ങനെ പ്രിയങ്കരനായ യെച്ചൂരി, സഖാവ് യെച്ചൂരിയുടെ മരണത്തിൽ അങ്ങേയറ്റം ദുഃഖം രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യാം. യെച്ചൂരിയുടെ കാലത്തിന് ശേഷം, പ്രായം കൊണ്ട് വെച്ചാൽ 72 വയസ്സ് പ്രായമൊന്നുമില്ല, പക്ഷെ അദ്ദേഹം സാധാരണ നല്ലൊരു മനുഷ്യനായതെന്നാണ് ഭരിച്ചുമില്ലാതെ പുകഴ്ത്തി പറയെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത അധികാരം മോഹിയൊന്നായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പുകവലിയുടെ ആധിക്യവും പിന്നെ അല്പസ്വല്പമൊക്കെ എന്തോ ഉള്ളൊരു പോലെ എന്തുകൊട്ടെ ശ്വാസകോശ സംബന്ധമായ അസുഖം കൊണ്ടാണ് മരിച്ചത്. നമുക്കെല്ലാം സംഭവിക്കാതാണ്. പക്ഷെ പകരം വരുന്നത് രണ്ട് സാധ്യത, അതിപ്പോൾ തീരുമാനിക്കാൻ പാടില്ലെങ്കിലും ഏതോ ഒരു ചാനൽ പുറത്തു വിടുവാണ്. സർക്കാർ എന്ന് പറയുമ്പോൾ മണിക് സർക്കാർ നിസ്വാർത്ഥനും നിഷ്കളങ്കനും പാവം മനുഷ്യനാണ്, യാതൊരു കളങ്കവും അല്ലെങ്കിൽ അഴിമതിയില്ലാത്ത. അതുകൊണ്ട് പാർട്ടി വളർത്താൻ പറ്റില്ല, അത് വേറെ കാര്യം. പിന്നെ ഉള്ളത് മുഹമ്മദ് സാലിയാണ്, പശ്ചിമ ബംഗാൾ. മുഹമ്മദ് സാലിക്കൊന്നും സാധ്യത ഉണ്ടാവില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയാണ്. ഹിന്ദുത്വ പാർട്ടിയല്ല, ഹിന്ദു പാർട്ടിയാണ്. അതിൽ സവർണ വിഭാഗങ്ങൾക്കല്ലാതെ പിന്നോക്കം, അതിൽ ന്യൂനപക്ഷങ്ങൾ ഒരു സാധ്യതയില്ല, ഒരു സാധ്യതയില്ല. ഇപ്പോൾ പിണറായി വിജയൻ പിന്നോക്കാന്ന് അവർ കഴിഞ്ഞ ദിവസം കൂടിയെന്നറിയോ, തീയര് സവർണ ജാതിയാണ്, നായരെക്കാൾ ഉയർന്നാന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെയും ഇല്ല. അതൊരു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ വന്നിട്ട് വർഷമായി സാർ, 100 വർഷമാകാൻ പോകുന്നു. എന്നിട്ട് ഇന്ന് എവിടെ നിന്ന് വളർച്ച താഴോട്ടല്ലാതെ 1 ഇഞ്ച് വളരാൻ പറ്റിയിട്ടുണ്ടോ അവർക്ക്? ത്രിപുര പോയി, പശ്ചിമ ബംഗാളിൽ, കേരളം പോയിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കലും ഇവർ 1964 മാവോയെ കാണാൻ പോയി. അന്ന് പാർട്ടി പിളർന്ന ഘട്ടമാണല്ലോ, 64 അപ്പോൾ അന്ന് പുതിയ പാർട്ടി ഉണ്ടാക്കിയത്, CPIM എന്നതിൻ്റെ പേരിൽ. അത് 11 പൊളിറ്റ് ബ്യൂറോ മെമ്പർമാർ പോയി. പൊളിറ്റ് ബ്യൂറോ മെമ്പർമാർ പോയി 9 പേരും ബ്രാഹ്മൺ. അന്നൊരു മുസ്ലിം ഉണ്ടായിരുന്നു, ഒരു പിന്നോക്കിനുണ്ടായിരുന്നു, നായരൊന്നും വന്നിട്ടില്ല. അപ്പോൾ മാവോ ചോദിച്ച്, നിങ്ങൾ ഈ 2% ഇന്ത്യയിലെ ബ്രാഹ്മണ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് മാവോണ് ചോദിച്ചത്. സഖാക്കളെ, നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ചിന്തിക്കുന്ന ആരെങ്കിലും കൊണ്ട് കേൾക്കുക. 2% മാത്രമല്ല ബ്രാഹ്മിൻസും കൊണ്ട് 9 സീറ്റ് കൊടുത്താൽ ബാക്കി എങ്ങനെ മുന്നേറ്റം ഉണ്ടാകുമെന്ന് മാവോണ് ചോദിച്ചത്. നിങ്ങളുടെ ദൈവം അതുപോലെ സത്യമല്ലേ? ഇവിടെ 2 സീറ്റ് കിടന്ന് BJP 11 വർഷമായിട്ട് ഒറ്റക്ക് ഭരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഈ മുന്നണിയായിട്ട്. അതിനു മുമ്പ് വാജ്പേയി ഭരിച്ചു. അത് തകർന്നു പോയി 2 പാർട്ടിയാണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അത് ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗ് അനുഭവിച്ചു, ആ കേവലം മലപ്പുറം ജില്ലയിലായിട്ട്. മറ്റൊരു CPIM. മുസ്ലിം ലീഗ് ആ മുസ്ലിം സമുദായം പുറത്തേക്ക് പോകില്ല, മാർക്സിസ്റ്റ് പാർട്ടി സവർണിൽ നിന്ന് പുറത്തേക്ക് പോകില്ല. ഉദാഹരണം പറഞ്ഞാൽ പിന്നോക്കിന് വോട്ട് കിട്ടാൻ വേണ്ടി, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ട് കിട്ടാൻ വേണ്ടി തലയിൽ തട്ടിട്ട് സ്ത്രീകളെ അവതരിപ്പിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, പിണറായിയുടെ പാർട്ടി. അതുപോലെ തിരുവനന്തപുരത്ത് 4 പ്രാവശ്യം ജയിച്ച ഒരാളിൽ ഒരു സ്ത്രീയിലെ 10-35 വയസ്സുള്ളത്, അദ്ദേഹത്തിലെ സീനിയർ ഇതിൽ കൊടുക്കണ്ട്. ഒരു പരിചയമില്ലാത്ത 10-20 വയസ്സ് 19 വയസ്സായിട്ടുള്ളൊരു പെൺകുട്ടിക്ക് കൊടുത്ത് നശിപ്പിച്ചു കളഞ്ഞു. തിരുവനന്തപുരം നശിപ്പിച്ചു കളഞ്ഞു. കാരണം ഒരു നാൾ ഞാനൊരു മീറ്റിങ്ങിൽ എന്നപ്പോഴേ റോഡൊക്കെ പൊട്ടിക്കില്ല, ഞാൻ ഫോട്ടോ ഒക്കെ എടുത്താണ്. അന്നെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പാർട്ടി പിണറായിയോട് ചെറിയൊരു ഒരു ഇതുണ്ടായിരുന്നു. അത് നമ്മളത് പുറത്തുവിടാൻ കമ്മിറ്റിക്കാർ പറഞ്ഞു വേണ്ട, ഇപ്പോൾ പറ്റില്ലേ. അത് ചിലപ്പോൾ കുടിവെള്ള പ്രശ്നം. അത് അന്ന് ആ സ്ത്രീകളെ കൊടുക്കേണ്ടത്. സഖാക്കളെ, നിങ്ങൾക്ക് മനുഷ്യത്വമുണ്ട്, നിങ്ങൾക്ക് ദയവുണ്ട്, നിങ്ങൾ മനുഷ്യരെ ഒരുപോലെ കാണുന്നുണ്ടെങ്കിൽ ആ 4ാമത് പ്രാവശ്യം ജയിച്ച തലയിൽ തൊട്ടിയിട്ട ഒരു സ്ത്രീയെ നിങ്ങൾക്ക് മേയറായിട്ട് കസലിത്തികൾ, നിങ്ങൾ എത്ര പെട്ടെന്ന് ഇന്ത്യയിലെ പ്രസ്ഥാനം വളരും. നിങ്ങൾ സ്റ്റാലിന് കണ്ടുപിടിക്കുക, ചെന്നൈ മേയറായിട്ട് വെച്ച് ഒരു ദളിത് സ്ത്രീയാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുമോ? ഇവിടെ കുറ്റം പറയുന്ന BJP നിങ്ങൾ കുറ്റം പറയുന്നത്. BJP പിന്നോക്കർ ഏതെല്ലാം സ്ഥാനം കൊടുത്തത് അവർക്ക് ഭരണത്തിന് വേണ്ടിയാണ്, നിൽക്കാൻ വേണ്ടിയാണ്, തന്ത്രമാണെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ?
നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി ദളിതിന് വഹിക്കുള്ള 20 മന്ത്രിസ്ഥാനം ഉണ്ടെങ്കിൽ 2 മന്ത്രിസ്ഥാനം കൊടുക്കണം 10% വെച്ച്. ആ ഒരു മന്ത്രി അല്ല കൊടുക്കുന്ന ഏത് വകുപ്പാണ്? ദളിത് വകുപ്പ് എന്ന് വെച്ചാൽ ഈ ഹരിജനക്ഷേമം കൊടുക്കും. നിങ്ങൾ ഏത് സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? നിങ്ങളെപ്പോലെ ഇത്ര സവർണ ഫാസിസം ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ പിണറായിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഫാസ് പറയാൻ കുഴപ്പമില്ല, തെറ്റില്ല. അതിനുമ്പ് പറഞ്ഞാൽ തെറ്റാണ്. ഉണ്ടോ? ഇന്നെന്താണ് പിണറായി പറഞ്ഞത്? RSS അത്ര മോശമൊന്നുമില്ലത്. ഞങ്ങൾക്കും അഭിപ്രായമുണ്ട്. ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയുടെ ഒരു പ്രധാന ഘടകം അത് മോശം, അത് പറയുന്നത് മണ്ടത്തരല്ലേ? ഞങ്ങളും അംഗീകരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം വേണം, നിങ്ങൾ ഈ മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടി തട്ടിപ്പ് മാറ്റി വെച്ചിട്ട് പരസ്യമായിട്ട് പറയണത് ഞങ്ങൾക്ക് RSSുമായി ചില ധാരണകളുണ്ട്, RSSന് അങ്ങനെ തള്ളിക്കളേണ്ട പാർട്ടിയൊന്നുമില്ല, അങ്ങനെ ഗ്രൂപ്പല്ല എന്ന് നിങ്ങൾക്ക് പറയാമല്ലോ. അപ്പം നിങ്ങൾക്ക് എന്താണ് ന്യൂനപക്ഷ വോട്ട് കിട്ടൂല. എന്നിട്ട് ഇവിടെ RSSായിട്ട് ഒത്തുനിന്നുകൊണ്ട് നിങ്ങളുടെ മകളെയും നിങ്ങളുടെ കേസിൽ നിന്ന് രക്ഷപ്പെടാം. എന്താണോ പ്രണായി, നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചു പോയി. നിങ്ങൾ പറഞ്ഞു RSSായിട്ട് കൂട്ടുകൂടുന്നതിൽ എന്താ തെറ്റ്? ഞങ്ങൾ ഇന്നലെ മറ്റേ സ്പീക്കർ പറഞ്ഞ പോലെ അതേ ഭാഷ പറയണം. പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം അതും പറയില്ല. ഇപ്പം ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത് ആരാണ്? BJP ആണ്. BJPയുടെ മെയിൻ കേന്ദ്രം സംഘപരിവാറാണ്. സംഘപരിവാർ RSS ആണല്ലോ. അപ്പോൾ രാജ്യപരികക്ഷിയുടെ RSSനെ ചേർക്കാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ പറയുമ്പോൾ നിഷ്പക്ഷ പറയണ്ടേ? അന്ധമായ RSS വിരോധമായിട്ട് കാര്യമല്ലോ. കോൺഗ്രസ് ഭരിക്കുക, കോൺഗ്രസ് ആൾക്കാരെ സ്ഥാനമായി കൂടി തിരികെ കയറ്റും. CPM ഭരിക്കുക, CPM തിരികെ കയറ്റും. BJP ഭരിക്കുക, RSS തിരികെ കയറ്റും. നിങ്ങൾ അവരതേ RSS എല്ലാം കയറ്റി. അവരതാണ് ഭരണം കിട്ടിയത്, അവർ തന്ത്രം ഉപയോഗിച്ചു. അത് തെറ്റ്. അത് നിങ്ങൾ പറയണത് കാലങ്ങളുടെ മാറ്റങ്ങൾക്ക് വിധേയമായി കാലം മാറിയാലേക്ക് നമുക്ക് RSSുമായിട്ട് സഖ്യമാകാം, അല്ലെങ്കിൽ സഹകരണമാകുക, കുഴപ്പമില്ല. അത് ഇവിടുത്തെ ഒരു പ്രധാന ഒരു സാംസ്കാരിക സംഘടനയല്ലേ എന്ന് പരസ്യമായിട്ട് പറയും. നിങ്ങൾ സപ്പോർട്ട് വാങ്ങിച്ച ഒരു കുഴപ്പമില്ല, അത് പറയില്ല. അത് പരസ്യമായിട്ട് RSS വിരോധം പറയും, രഹസ്യമായിട്ട് കൂട്ടി വെച്ചോടും. ആ ഒരു തന്തയില്ലായ്മ വേണ്ട സാർ. അങ്ങനെ തന്നെ അത് തന്തയില്ലായ്മയാണ്, അത് വേണ്ട. നിങ്ങൾ എമ്മിനെ കൂടെ സ്വകാര്യം അതുകൊണ്ട് 3 ഏക്കർ കൊടുത്ത് അവിടെ മറ്റു കൊടുത്ത് മറിച്ചു കൊടുത്ത് ആഭ്യന്തര വകുപ്പ് നിങ്ങളെ ഏൽപ്പിച്ചു. കാരണം ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം പറയേണ്ടി വരും. ഞാൻ ഇന്നലെ ഈ പരിപാടി ഉണ്ടായില്ല. എന്താ കാര്യം അറിയുമോ? ഞാൻ ഈ ആദ്യം കോൺഗ്രസിലും പിന്നീട് ബഹുജൻ സമാജ് പാർട്ടിയിൽ കാൻഷാവിന് കൂടെ പ്രവർത്തിച്ചത്, അത് ലാലുജിയുടെ കൂടെ പ്രവർത്തിച്ചാണ്. അതൊക്കെ ഓരോ കാരണങ്ങളിലൂടെ പോകുന്നത്. അത് കഴിഞ്ഞാണ് പിന്നെ ജനതാദൾ നാഷണലിസ്റ്റ് എന്ന പ്രസ്ഥാനം ഉണ്ടാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ഓഫർ വെച്ച ഒരു ചർച്ച വിളിച്ചത് ഞങ്ങളെ. എന്താണ് ചർച്ച അറിയോ? ചൗധരി ചരൺ സിംഗ്, ലോക്ദൾ പാർട്ടിയുടെ മുൻ പ്രധാനമന്ത്രിയായ അന്തരിച്ച ചൗധരി ചരൺ സിംഗ്, അദ്ദേഹത്തിന് അജിത് സിംഗ്. ഞങ്ങൾ ആലോചിച്ചു, അജിത് സിംഗ് ഒന്നും ഉണ്ടാക്കിയില്ല, ചരൺ സിംഗ് ഉണ്ടാക്കിയില്ല. ഇപ്പോൾ അജിത് സിംഗ് കഴിഞ്ഞ കോവിഡ് കാലത്ത് മരിച്ചു പോയി, 19-60 വയസ്സോട്ടേ ഉള്ളൂ, മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തെ മകൻ ജയന്ത് ചൗധരിയാണ് ഇപ്പോൾ ആ പാർട്ടി ദേശീയ പ്രസിഡന്റ്. അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയാണ്, കോൺഗ്രസ് കൂടെ ആയിരുന്നു. ആ മുന്നണി ഇന്ന് ഭാരതരത്ന അവാർഡ് ചൗധരി കൊടുത്തോടി ആ പാർട്ടി അങ്ങോട്ട് മാറി തൽക്കാലം ഒരു മന്ത്രിസ്ഥാനം കിട്ടി. അത് മിനിമം അടിസ്ഥാനത്തിൽ, അല്ല BJP ചേർന്നല്ല, ആ മിനിമം അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു ധാരണയ്ക്ക് മുന്നോട്ട് പോകണം. അത് രാഷ്ട്രീയത്തിൽ അടവുന്നതായിട്ടുണ്ട്. ഇവിടെ എല്ലാം ഉണ്ടല്ലോ. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ അല്ലെങ്കിൽ ഇതാണ് മഹാരാഷ്ട്രയിൽ അവിടെ BJPയോട് ഭരിക്കുന്ന NCP, ഇവിടെ പിന്നെ കേരളത്തിൽ LDFിന് കൂടെ. അപ്പോൾ അത് ആ നീക്കമൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ വന്നപ്പോൾ അവർ വിളിച്ചാൽ ഞങ്ങൾ കേരളത്തിൽ ഇന്ത്യയിലേക്ക് ഒരുപാട് സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ എല്ലാം വന്നത് CPMനെയാണ് ഏൽപ്പിച്ചത്. ആ CPM തകർന്നു പോയി. BJP വളരെ അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഉദ്ദേശം വളർച്ചത്തല്ല. അപ്പോൾ കേരളത്തിൽ ഒരു സ്പേസ് ഉണ്ട് കേരള രാഷ്ട്രീയത്തിൽ സോഷ്യലിസ്റ്റുകൾക്ക്. അപ്പോൾ അവിടെ ഇവിടെ കിടക്കുന്ന സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്. ഞങ്ങൾക്കറിയാലോ, പിന്നെ ജനതാ പരിവാർ സോഷ്യലിസ്റ്റ് സംഗമം, അവരെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് RLD എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ഞങ്ങളും RJDയുടെ സ്ഥാപക പ്രഥമ പ്രസിഡന്റ് നിലയിൽ മൊയ്തീൻ ഷായും ഗ്രൂപ്പും പിന്നെ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന നേതാക്കളും ഡൽഹിയിൽ ഇന്നലെ ഒരു യോഗം കൂടി അവിടെ വെച്ച് RLDയിൽ ജയിക്കാൻ തീരുമാനിച്ചു. അവർ സപ്പോർട്ട് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് 23-ാം തീയതി തിങ്കളാഴ്ച 3 മണിക്ക് കലൂർ സ്റ്റേഡിയം അടുത്തുള്ള നീതി ഹാളിൽ ഇങ്ങനെയുള്ളവരെ ഒരു യോഗം വിളിച്ചാണ്. അവിടെ വെച്ചൊരു സംസ്ഥാന കമ്മിറ്റി രൂപീകരണം, ജില്ലാ കൺവീനർമാരെ പ്രഖ്യാപിക്കണം, പിന്നെ ദേശീയ സമിതി ഞങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ലിസ്റ്റ് കേന്ദ്രത്തിൽ കൊടുത്ത് പാസ്സാക്കിയെടുക്കാൻ തീരുമാനം. അതൊക്കെ രാഷ്ട്രീയമാണൊക്കെ പോട്ടെ. അങ്ങനെ വരുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഇനി പ്രതീക്ഷയില്ല. അപ്പോൾ കേരളത്തിൽ പോലും
വളരെ സാധ്യതയുള്ള ഒരു പ്രസ്ഥാനമാണ് ജനതാ പരിവാർ, അതായത് സോഷ്യലിസ്റ്റ് പാർട്ടികൾ. ആ പാർട്ടി സംഗമം കൂടിയാണ് നമ്മളെ പ്രവർത്തി മുന്നോട്ട് പോകുന്നത്. അവസാനം അടുത്ത വർഷം മെയ് മാസത്തിൽ വലിയ സംസ്ഥാന സമ്മേളനം പ്ലാൻ ചെയ്തു. അതിനുമായിട്ട് ജില്ലാ കമ്മിറ്റികളും മറ്റ് പോഷക സംഘടനകളൊക്കെ രൂപീകരിക്കും. അത് വേറെ കേട്ടെ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന CPI എന്ന പാർട്ടി അട്ടർലി ഫെയിലിയർ, കേരളത്തിൽ പോലും തകർന്ന് തരിപ്പണായിരിക്കുകയാണ്. കാരണം യാതൊരു മൂല്യമില്ലാതെ. നിങ്ങൾക്ക് തുറന്നു പറയാമല്ലോ, നമ്മൾ സഖാവിനെ കുറ്റപ്പെടുത്താനല്ല. സഖാവ് ചില പ്രത്യേക സാഹചര്യത്തിൽ BJP ആയിട്ട് അല്ലെങ്കിൽ RS ആയിട്ട് ഒരു ദേശീയതായിട്ട് ഉണ്ടാക്കി മോളും ഒക്കെ അകത്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മക്കളോട് സ്നേഹം കാണിക്കുന്ന അച്ഛൻ്റെ നിലയിൽ പിതാവിൻ്റെ നിലയിൽ ഉണ്ടാവുകയും ചെയ്യും. അതൊന്നും തെറ്റില്ല. പക്ഷേ അത് പറയണം. ഞങ്ങൾ CPI നയിക്കുന്ന ഇടതുപക്ഷ മുന്നണിയിൽ പ്രധാന കക്ഷി ഞങ്ങൾ RSS ആയിട്ട് ചില അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അത് ഞങ്ങൾ നിലനിൽപ്പിനും ഭരണത്തിന് ആവശ്യം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യട്ടെ. അത് പറയാതെ CAAക്ക് വേണ്ടി എന്തോ യോഗം നടത്തി, ഫലസ്തീന് വേണ്ടി യോഗം നടത്തി, എന്നിട്ട് പറഞ്ഞ എല്ലാം മുസ്ലിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ പിന്നെ ജിഹാദികൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇവിടുത്തെ പ്രചരണം. അതിൽ വല്ല അർത്ഥമുണ്ടോ? ഇന്നലെ ചോദിച്ചു വീട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഈ മുസ്ലിം സമുദായത്തിൽ കേരളത്തിൽ എന്ത് കൊടുത്തു? ഒന്നും കൊടുത്തില്ല. അതിൽ നിൽക്കുന്ന റഹീമല്ലേ, ലോക ബുദ്ധിമാൻ. റഹീം എന്താ പറഞ്ഞറിയോ? ഞാൻ കല്യാണം കഴിച്ചത് അമൃത എന്ന സ്ത്രീയാണ്, എനിക്ക് 2 മക്കളുണ്ട്, അവർക്ക് ജാതിയിലും മതമില്ല ഒന്നുമില്ല, പക്ഷെ ഒരു 18 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള മതം വേണമെങ്കിൽ സ്വീകരിക്കാം എന്ന് പറഞ്ഞു. ഇപ്പോൾ യെച്ചൂരിയുടെ മൃതദേഹം കമ്പനി മെഡിക്കൽ കോളേജിൽ കൊടുക്കണം. അതൊക്കെ നല്ല കാര്യം, ഭൗതികമായി നല്ല കാര്യമാണ്. പക്ഷെ അങ്ങനെയൊന്നും അന്ധമായിട്ട് വിശ്വസിച്ച് മുസ്ലിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർക്കാൻ പറ്റതേ. അപ്പോൾ മുസ്ലിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർത്ത് മുസ്ലിങ്ങളൊന്നും രാഷ്ട്രീയമില്ലാതെ മാത്രമല്ല മതം പോലും ഇല്ല. പിന്നെ ചിലവർ ഈ നെയ്ച്ചോറുണ്ട്, നെയ്ച്ചോറ് വരും ബെയ്ച്ചോറ് തിന്നാൻ കൊള്ളാം, ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ കാര്യസാധ്യത്തിന് വേണ്ടി CPIയിൽ പോകുന്നു. അപ്പോൾ അന്ന് പണ്ട് ചില ലീഗുകാർ പറഞ്ഞ ഒരു കാരണവശാലും ഒരു മതവിശ്വാസിയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല, CPI പോലും. കാരണം കമ്മ്യൂണിസ്റ്റ് എന്ന് മതമില്ലാത്ത പാർട്ടിയാണല്ലോ, അതാണ് ശരി. പക്ഷേ എങ്കിലും അഡ്ജസ്റ്റ് പോകുന്നില്ല, പോട്ടെ. അപ്പം അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ പോലും സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക. ഞാനപ്പോൾ മുസ്ലിങ്ങളോടും പറഞ്ഞതാണ്, പിണറായി സഖാവ് പറഞ്ഞ അതേ ഭാഷ ഞാനും പറയാണ്, പിന്നെ ഷംസീർ പറഞ്ഞ അതേ ഭാഷ ഞങ്ങൾ പറയാണ്. ഇത്രയും കാലം അല്ലെങ്കിൽ ഇപ്പോൾ 11 വർഷം ആയിരുന്നു BJP ഇന്ത്യ ഭരിക്കുമ്പോൾ അതിൽ പ്രധാന കക്ഷി സാംസ്കാരിക സംഘടന RSS. അത് നമ്മൾ ഇത്തിച്ചൊല്ലി മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അവർ ഭരണകക്ഷിയുടെ പ്രധാന ആരാണ് അതുണ്ട്. അത് അതിലെന്താ നമ്മൾ ചെയ്യണേ? ഞാൻ പ്രത്യേകം മുസ്ലിങ്ങളോട് ഞാൻ പറയുന്നതോ, നമ്മൾ ചായ ഉണ്ടാക്കിയപ്പോൾ അല്പം കടുപ്പം കൂടിപ്പോയി, നമ്മൾ എന്ത് ചെയ്യും? കടുപ്പം കുറക്കണം, തെളിയുള്ളൂ, കളയാൻ പറ്റുമോ? ആ കടുപ്പം കുറക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ചൂടുവെള്ളം ചേർക്കും, അപ്പോൾ കടപ്പം കുറച്ച് പാകമായി. അതുപോലെ RSS നയിക്കുന്ന സംഘപരിവാറിന് അല്പം തീവ്ര വർഗീയത ഉണ്ടെങ്കിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ് ഉണ്ടെങ്കിൽ അത് നമ്മളെന്താ ചെയ്യുക? നമ്മളിപ്പോഴൊക്കെ ചേർന്ന് ആ തീവ്രത കുറച്ചിട്ട് ഡൽഹി മഹാരാഷ്ട്രയിലെ ശിവസേനയെ പോലെ കോമൺ ആശയത്തിലേക്ക് എത്തിക്കണം. അതാണ് ബുദ്ധി, അതാണ് തന്ത്രം, അതാണ് യുക്തി. എന്ന് പിണറായി സഖാവ് പറഞ്ഞാൽ ക്ലീനാണ്, ഒരു കുഴപ്പമില്ല, നിലപാട് ക്ലിയറാണ്. പിണറായിയുടെ ഞങ്ങൾ സപ്പോർട്ടും ചെയ്യാണ്. പക്ഷെ അത് പറയാതെ RSS വിരോധം പുറത്ത് പറഞ്ഞിട്ട് അകത്തുള്ള ഈ കൂട്ടുകച്ചവടം, അതാണ് വഞ്ചന എന്ന് പറയുന്നത്. അത് വേണ്ട, അതിലാണ് ഞങ്ങൾ എതിർക്കുന്നത്. അല്ല, RSSനെ കാണാൻ അപ്പോൾ പോലീസുകാരും പോയി, അതൊക്കെ നിങ്ങൾ എതിർക്കും. ഞങ്ങൾ നേരിട്ട് എതിർക്കുന്നില്ല. ഞങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അങ്ങനെ എതിർക്കാനും പറ്റില്ല. ഒരു മിനിമം ധാരിലെത്തി പോയി തീരും, കാലഘട്ടത്തിന് അനിവാര്യതയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സഖാക്കളെ നിങ്ങൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. മനുഷ്യർ പറയിപ്പിക്കാൻ മുന്നോട്ട് പോകണം. അത് തന്നെ അതിനും പറ്റും. 1-2 ചെറിയ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ മുഹമ്മദ് സലീമിൻ്റെ കാര്യം പറഞ്ഞു, മാർക്സിസ്റ്റ് ഒരു മുസ്ലിം ദേശീയ ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കുമോ? ഒരിക്കലും. ഒരു ദളിതരെടുക്കുമോ? നെവർ. ഒരു പിന്നോക്കം എടുക്കാൻ സാധ്യതയുണ്ടോ? നെവർ. പിന്നെ ആരെടുക്കും? മുന്നോക്കിന് മാത്രം. മുന്നോക്കിന് ഞാൻ കുറ്റം വന്നില്ല, അവർ ബുദ്ധിമാന്മാരാണ്, മനുഷ്യത്വമുള്ളവർ, നമുക്കൊരു പരാതിയില്ല. പക്ഷേ ജനസംഖ്യയിൽ 85% കൂടുതൽ വിഭാഗത്തിൽ നിന്ന് നിങ്ങൾ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ, ഞങ്ങൾക്ക് ജാതിയില്ല, മതവുമില്ല, പിന്നെന്താണ് ആണും പെണ്ണും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന നിങ്ങൾക്ക് ഒരു 10% വിഭാഗത്തിൽ നിന്ന് 12 മന്ത്രി, 11 മന്ത്രി, 30% നിന്ന് 1.5 മന്ത്രി. അതൊക്കെ എന്ത് ലോജിക്കാണ്, എന്ത് സോഷ്യലിസ്റ്റാണ്, എന്ത് പരിവർത്തനമാണ് സഖാക്കളെ? അപ്പോൾ സഖാക്കളുടെ ഈ അഭ്യാസങ്ങൾ മാറ്റിവെച്ച് മനുഷ്യത്വരെ ചിന്തിച്ച്
മുന്നോട്ട് പോകണം. ഇപ്പോൾ അഭ്യാസം മറച്ചു വയ്ക്കാൻ കാരണം ഇപ്പോൾ BJP-യുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡിജി ഒരല്പം വളയില്ലാതെ ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. RSS പതൊക്കെ നിയന്ത്രിച്ച് വെച്ചപ്പോൾ മോഡി വളയത്തിൽ കൂടി ആണെന്നുള്ളൂ. പഴയതുപോലെ ആവേശം കാണിക്കില്ല. അന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവ ജന്മനമല്ല എനിക്ക് ദൈവത്തിൻ്റെ പ്രത്യേക ഇതാണ്. പിന്നെ അന്ന് ലാസ്റ്റ് പൂജയ്ക്ക് കന്യാകുമാരിയിൽ ഇരുന്ന് എല്ലാം മോഡിജി എന്ന് പറഞ്ഞപ്പോൾ സംഘപരിവാറിന് ഇഷ്ടമായില്ല. അവർ പഴക്കം നിയന്ത്രിച്ചു. അങ്ങനെ ഇപ്പോൾ പാകത്തിൽ വന്ന മോഡി. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ടും ഈ പിണറായി സഖാവിനെ അതുപോലെ വളയത്തിലാക്കാൻ പറ്റിയിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല. അത്ര കണ്ട് എല്ലാത്തിനും ഒതുക്കി നശിപ്പിച്ച് കൈ കൊടുത്തിട്ട് പുള്ളി സാമ്രാജ്യം എടുത്ത് നിൽക്കാണ്. ചിലന്തി വലയിൽപ്പെട്ട എട്ടുകാലിയെ പോലെ വലിയൊരു സാമ്രാജ്യമുണ്ട്. പക്ഷെ അത് ചിലന്തി വലയാണെന്ന് ഓർക്കണം. ആ വല എപ്പോഴും പൊളിയാം, ചിലന്തി തന്നെ ജീവാപകടത്തിലാകാം. അത് സഖാവിനുകാരിൽ ഉപദേശിച്ചു കൊടുത്താൽ നല്ലത്. അത്ര നാറിക്കിടക്കണ്ടപ്പോൾ ജനങ്ങളുടെ കയ്യിലേക്ക് നാറി തൂറിക്കിടക്കണം. എന്നിട്ടും മനസ്സിലാക്കണം അത് അങ്ങനെയല്ല സഖാവ് ഇങ്ങനെ ചെയ്ത് പറയാൻ ഒരാളും ഇല്ലല്ലോ. സീതാറാം യെച്ചൂരിയാണ് ഒരു പരിഷ്കരണവാദിയുടെ. അതെല്ലാം നോക്കി. ഇനിയിപ്പോൾ എന്താണ്, ഒരുപക്ഷെ ഇന്നത്തെ രീതിയിലാണ് പിന്നെ പിണറായിയുടെ ഒരു നോമിനി ദേശീയ സെക്രട്ടറിയായിട്ട് വന്നാൽ അതൊരു അപകടമാണ്. കാരണം എന്തൊക്കെ പറഞ്ഞാലും പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് മാറ്റി നിർത്തി മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അപകടമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ രീതിയിൽ പിണറായി സർക്കാർ അധികാരത്തിൽ കയറിയത് രണ്ടാമതും അധികാരത്തിൽ കയറിയത് പിണറായിയുടെ കഴിവാണെന്ന് ഇന്ന് ചില പിണറായി വിരുദ്ധ പ്രസ്ഥാനം വരെ പറഞ്ഞു കേട്ട് ഇന്നലെയൊക്കെ പറഞ്ഞു കേട്ട്. അങ്ങനെയല്ലെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. ഒന്നും കൂടി ഞങ്ങൾ പറയാണ്. അങ്ങനെയാണെങ്കിൽ അമ്പലത്തിൻ്റെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറഞ്ഞ് വോട്ട് കിട്ടിയത് പിന്നെ എന്താണ് ശബരിമല കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ കടന്നപ്പള്ളിയോടൊക്കെ ചോദിക്കുകയാണ്, കടന്നപ്പള്ളി അല്ല മുല്ലപ്പള്ളി ചോദിക്കുകയാണ്, ഈ 2 പാർലമെൻറ്റ് ഇലക്ഷന് ശേഷവും മുൻപും 2 പഞ്ചായത്ത് ഇലക്ഷൻ, 2 അസംബ്ലി ഇലക്ഷൻ, ഇതിലൊന്നും കോൺഗ്രസ് പറ്റുവിടാൻ പറ്റില്ല. അപ്പോൾ ഈ ശബരിമല സീറ്റും ആ വോട്ടർമാരില്ലേ, അതല്ല സഖാക്കൾ കേട്ടോ, പിണറായി സഖാവിൻ്റെ കഴിവുണ്ടല്ല. അറബിക് സർവകലാശാല തുടങ്ങാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഈ മണ്ടന്മാരെ കുഞ്ഞാക്കായുടെ ടീമും ആ ഉമ്മൻചാണ്ടിയും പിന്നെ മാണി സാറും അന്നത്തെ ചീഫ് സെക്രട്ടറി കൂട്ടി 10 പൈസ ഞങ്ങൾ കൊടുക്കണമെങ്കിൽ ഇവിടെ ക്രിസ്തീയ സർവകലാശാല വീട് കുറച്ച് കൊടുക്കില്ല. അങ്ങനെ നിരാശരുമായി മടങ്ങിയ മലബാറിലെ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, നിങ്ങളെന്നെ പറയും 40% വേണം 30% കൂടുതൽ വെച്ചോ, അതുപോലെ അവർ കാര്യം മനസ്സിലാക്കി. നമ്മൾ തൽക്കാലം കോൺഗ്രസ് ലീഗിനെ ഒന്ന് തൽക്കാലം ഒന്ന് പാഠം പഠിപ്പിക്കണം. അത് മറിച്ച് വോട്ട് ചെയ്യുക. അങ്ങനെ മറിച്ച് വോട്ട് ചെയ്ത പേരിലാണ് പഞ്ചായത്ത് ഇലക്ഷനിലും അസംബ്ലി ഇലക്ഷനിലും ഈ CPM ഇടതുപക്ഷം ഭൂരിപക്ഷം കിട്ടിയത്. അല്ല കമ്മ്യൂണിസ്റ്റ് വോട്ട് കൊണ്ടാണോ, അല്ലെങ്കിൽ ശബരിമല സീസൺ കൊണ്ടാണോ? കമ്മ്യൂണിസ്റ്റ് വോട്ട് കൊണ്ടാണ് പിണറായി സഖാവ് ജയിച്ചതെന്ന് പറയുന്ന മണ്ടന്മാരോട് ചോദിക്കുകയാണ്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 2 പാർലമെന്റ് മത്സരത്തെ എന്ത് പറ്റി? കെട്ടിവെച്ച് കാശ്മീരിൽ പോയ സ്ഥലങ്ങളില്ലേ? അപ്പം അതല്ല കാര്യം. ഈ മുസ്ലിം ആ മുസ്ലിം മറിച്ച് വോട്ട് ചെയ്യാൻ പോണ്. അത് മനസ്സിലാക്കിയ പിണറായി സഖാവ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിലെ ഏകദേശം റിസർച്ച് വിങ് പറഞ്ഞതറിയോ, ഇനി മുസ്ലിങ്ങൾ വോട്ട് നമ്മൾ നമ്പിയിട്ട് കാര്യമില്ല, അത് പോയി കഴിഞ്ഞു. അത് ഞങ്ങൾ പറയുകയും ചെയ്ത് അത് വേറെ രീതിയിലാണ്. അപ്പോൾ അവർ ഹിന്ദു കാർഡ് കളിക്കാം. ആ ഹിന്ദു കാർഡ് കളിക്കും. ഹിന്ദുത്വ കാർഡ് തെറ്റിദ്ധരിക്കുക, ഹിന്ദുത്വ കാർഡല്ല കേട്ടോ, ഹിന്ദു കാർഡ് കളിക്കാം. അപ്പോൾ ഇപ്പോൾ BJP ഉൾപ്പെടെ പറയുന്നറിയോ, ഈ പിണറായിയുടെ ഹിന്ദു കാർഡ് നമുക്ക് അപകടം ചെയ്യും മക്കളെ, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുന്നതാണ് സംഘനുഭാവ ചാനൽ പറഞ്ഞത്. അപ്പോൾ എന്തിനും ഒന്നിനൊന്ന് പകരം അല്ലെങ്കിൽ എതിരുണ്ടെന്നേ, എന്ത് ചെയ്താലും എതിരുണ്ട്. അപ്പോൾ പിണറായി സഖാവ് ചെയ്യേണ്ടത്, നിങ്ങളുടെ കഴിവുകൊണ്ടാണ് ഈ 99 സീറ്റ് കിട്ടിയതിനുള്ള ധാരണ ഉണ്ടെങ്കിൽ അതങ്ങനെയല്ലെന്ന് തിരുത്തി കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരെങ്കിലും ഉണ്ട് തിരുത്തി കൊടുക്കുക, ചാനലുകാർ കൊടുക്കുക. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിണറായിയുടെ കഴിവുകൊണ്ടാണ് രണ്ടാമത് അധികാരത്തിൽ വന്നത്, പിണറായിയാണ് കമ്മ്യൂണിസ്റ്റ് എല്ലാം എന്ന ചിന്ത ഉണ്ടെങ്കിൽ അത് കാര്യമില്ല. ഈ മുസ്ലിം വോട്ട് അങ്ങോട്ട് മാറിയത് കൊണ്ടാണ്. അതുപോലെ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ ദേശീയ ലെവലിൽ ഈ 20% വരുന്ന 30 കോടി വരുന്ന മുസ്ലിം വോട്ട് പിന്നെ കോൺഗ്രസ് മാത്രം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് മാത്രം കൊടുക്കും. അങ്ങനെയാണെങ്കിൽ നഗ്നത മറിച്ച് 50 സീറ്റ് 100 അതിനകത്ത് അവരെ പദയാത്രയുണ്ടോ അല്ലെങ്കിൽ മറ്റേ ഉണ്ടല്ല. പിന്നെ 6 സംഘപരിവാർ ഒരു ചെറിയ ന്യൂട്രലിട്ട് അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഇനിയുള്ള ഇലക്ഷൻ കാണല്ലോ. അപ്പോൾ അത് ഒരു കാര്യം ഞങ്ങൾ വീണ്ടും പറയാണ്, ആരെയും അന്ധമായി നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, അത് സിനിമ ഉണ്ടല്ലോ, അത് അറിയാമല്ലോ, മീശ വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് ആക്കട്ടെ. അവർ സംഘപരിവാറാണ് കൈ കാട്ടി, കയ്യിൽ ബാൻഡ് കെട്ടില്ല RSS ആണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തല്ല വേണ്ടത്. കയ്യിൽ ബാൻഡ് കെട്ടൽ രാഖി എന്ന് പറഞ്ഞാൽ അത് RSS മാത്രമല്ല, പക്ഷെ കേരളത്തിൽ അത് കൊണ്ടുവന്ന് RSS ആണ്.
അതാണ് അങ്ങനത്തെ ചിന്തിക്കുന്നത്. വടക്കേ ഇന്ത്യയിലേക്ക് ആംഗ്ല ബംഗാൾ കൊടുക്കുന്നതാണ് ഹിന്ദുക്കളെ RSS അല്ലാത്ത എത്രയോ പേര് അവിടെ കിട്ടുന്നത്. പണ്ട് ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അതങ്ങനെയല്ല. അതുകൊണ്ട് പറയുന്ന പോയിന്റ് ഇതാണ്, നിങ്ങൾ അന്ധമായ RSS വിരോധം പറഞ്ഞ് സംഘ് വിരോധം പറഞ്ഞാൽ ഈ BJP വിരോധം പറഞ്ഞ് മുന്നോട്ട് പോകാതെ അവരിൽ വീഴ്ചയുണ്ട്, കറക്റ്റാണ്, അതിൽ ഒരു സംശയമൊക്കെ. ആ വീഴ്ച പരിഹരിക്കാൻ എന്താ ചെയ്യുക? ഞാൻ കട്ടൻ ചായയുടെ കടപ്പം കുറവ് വെള്ളം ചൂടുവെള്ളം ചേർക്കും പോലെ അവരിലായിട്ട് നിന്നുകൊണ്ട് പരിഹരിക്കാൻ പറ്റും നോക്കണം. പറ്റും. കാരണം അന്ധമായ മുസ്ലിം വിരോധമല്ല ഇവിടെ ഇന്ത്യയിൽ അവർക്കുള്ളത്. കാരണം അവരെ സംബന്ധിച്ച നിലനിൽപ്പിന് ഈ 20% വരുന്ന മുസ്ലിങ്ങൾ ഒരിക്കലും അടുക്കുന്നില്ല. അപ്പോൾ അവർക്ക് പിടിച്ചെടുക്കണ്ടേ? അപ്പോൾ എന്താണ് മുസ്ലിം വിരോധം തുടങ്ങുന്നു. ആ മുസ്ലിം വിരോധം തുടങ്ങി മോഡിജി വോട്ട് അഭ്യർത്ഥിച്ചിട്ട് അതിൻ്റെ ക്ഷീണം മോഡിജിക്ക് മനസ്സിലായി. ഇപ്പോൾ ആസാം മുഖ്യമന്ത്രിക്കെതിരെയും ആൾക്കാർ വന്നു തുടങ്ങി. അങ്ങനെ അന്ധമായിട്ടൊരു സമൂഹത്തെ പറയാൻ പാടില്ല, തെറ്റാണെന്ന്. അങ്ങനെ വലിയ തിരിച്ചറിയും ഒരു മറിച്ച് ചിന്തയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രത്തിൽ. ആ ഇന്ത്യൻ രാഷ്ട്രത്തിൽ മറിച്ച് നടക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ ജനതാദൾ എന്ന പ്രസ്ഥാനം ഇപ്പോൾ RLA ചേർന്ന് പ്രവർത്തിക്കുന്നു, മുന്നോട്ട് പോകുന്നു. ഒരു മാറ്റത്തിന് നിദാനമാണത്, അതൊരു നിമിത്തമാണ്. അപ്പോൾ അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം പോലെ, അന്ധമായ കോൺഗ്രസ് വിരോധം പോലെ, അല്ലെങ്കിൽ അന്ധമായ RSS വിരോധം പോലെ അതൊക്കെ മാറ്റി വച്ചിട്ട് പ്രശ്നാധിഷ്ഠിതമായിരിക്കണം. ആ പ്രശ്നത്തിൽ എന്ത് നിലപാടെടുക്കും നോക്കണം. അങ്ങനെ വേണം തീരുമാനിക്കാം. അത് ഞാൻ നിങ്ങളോട് ഉദാഹരണം പറഞ്ഞു, ഞാൻ നിർത്താൻ പോകണം. ഉദാഹരണം പറഞ്ഞു. ഞാൻ എന്താ ഉദാഹരണം പറഞ്ഞു? മഹാരാഷ്ട്രയിലെ ശിവസേന BJPയേക്കാൾ പ്രാദേശികവാദം കൊണ്ടുവരുന്ന ഒരു തീവ്ര പാർട്ടിയാണ്. അത് മാറ്റം വന്നിപ്പോൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി വടക്ക് മഹാരാഷ്ട്രയിലെ ശിവസേന പ്രവർത്തിക്കുന്നു. അതുപോലെ BJP ആക്കിയെടുക്കണം. അതാണല്ലോ ബുദ്ധി. നിങ്ങൾ ബുദ്ധിയുള്ള അംശം ഉണ്ടെങ്കിൽ പറയും, അതാണ് ബുദ്ധി. അത് നിങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിശ്ചിതമാക്കിയ 10 ഇറക്കിയ ആ ഒരു രീതി മനസ്സിലാക്കി അതിൻ്റെ ക്ഷീണം ഇന്നും മാറിയിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസ് പറയും, കമ്മ്യൂണിസ്റ്റ് പറയും, ലീഗ് പറയൊക്കെ ശരിയാണ്. ഈ ലീഗൊക്കെ ഏത് നിമിഷങ്ങളിലും BJPയിലെ മുന്നിലേക്ക് വരാം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വരാം, കോൺഗ്രസ് നേതാക്കൾ വരാം. അതുകൊണ്ട് അത് വരാം. പക്ഷെ മുസ്ലിങ്ങൾ പോയാൽ നിങ്ങൾ തൊടല്ലേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് മുസ്ലിങ്ങൾക്ക് വോട്ട് വാങ്ങിക്കുക, പക്ഷെ അവർ കൊള്ളില്ല. അത് രാഹുൽ ഗാന്ധി ചെയ്താണ്, എല്ലാവരും ചെയ്യുന്നത്. അതൊക്കെ മാറ്റിയിട്ട് ഞങ്ങളിതാ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ ഒരു തുറന്ന സമീപനം, ഒരു മാറ്റത്തിന് തിരികൊളുക്കുകയാണ്, തിരികൊളുത്തുകയാണ്. അത് മുന്നോടിയായിട്ട് ഇപ്പോൾ RLA ആയിട്ട് സഖ്യത്തിൽ ചേരാനും പിന്നെ തൽക്കാലം കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ മിനിമം പരിപാടിക്ക് വേണ്ടി ഒരു ധാരണ എത്തണം. അതിൽ ആരും കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമില്ല. അതാണ് ബുദ്ധി, അതാണ് പരിഹാരം, അതാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് 1000 നന്ദി. ജയ് ഹിന്ദ്. അല്ല, ഒരു കാര്യം പറഞ്ഞു കിട്ടി. നിങ്ങൾക്കറിയാം കേരളത്തിൽ ആദ്യമായി ട്യൂബ്ലൈറ്റ് കത്തിച്ചത് പട്ടേൽ തിയേറ്റർ ഉണ്ട് നമ്മുടെ തോപ്പുടിക്ക്, പട്ടേൽ സേട്ടാണ്. ആ സേട്ടു ദാനധർമ്മം ഇഷ്ടംപോലെ കൊടുത്ത് കോടീശ്വരായിരുന്നു. അവസാനം ഈ ചീട്ടുകളിൽ കൂടെ എന്നുള്ള പണിയുണ്ടല്ലോ, അതിൽ പോയി എല്ലാം നശിച്ച് പട്ടിണി കിടന്ന് അവസാനം മറ്റൊരുത്തൻ്റെ കടത്തിന് കിടന്നാണ് മരിച്ചത്. അപ്പം ഇതൊക്കെ നമുക്ക് പാഠമാണ്. അതുപോലുള്ള കളിയിൽ നിങ്ങൾ പുകവലിക്കരുത്, ചെയിൻ സ്മോക്കർ ആകരുത്, ഇങ്ങനെ ആവശ്യം കവിഞ്ഞ് ധർമ്മം കൊടുക്കരുത്. ചീട്ടുകളി പോലെ ചൂതുകളി പോലെ സ്ഥലത്ത് പോലും നിങ്ങൾ നശിച്ച് നാറിപ്പോകും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് മുന്നറിയിപ്പ് നിങ്ങൾക്ക് തരുന്ന ദൈവം നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പാണ്, വാണിംഗ് ആണ്. മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞില്ലേ, പ്രകൃതി നമുക്ക് ഈ അവസാന മുന്നറിയിപ്പാണ്. എന്താണ് ഈ 2018 വെള്ളപ്പൊക്കം? ഇതിനൊരു ക്ഷമയില്ല, ഇതിനൊരു സാധ്യയില്ല എന്ന് പറഞ്ഞിട്ട് ആരും തീരുമാനിക്കുന്നില്ല, എടുക്കുന്നില്ല. ഇപ്പോഴും ആ ഒളിച്ചുകളിയും ആ തമാശയാണ്. അപ്പോൾ ജനങ്ങൾക്ക് നല്ല വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്താണ്. ജയ് ഹിന്ദ്.